ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡാഡി വരുന്ന ദിവസമാണ്. അപ്പോൾ ഡാഡിനെ കൂട്ടാൻ വേണ്ടി പോവാണ്. എന്തായാലും ഡാഡി വരാൻ വേണ്ടിയിട്ട് 9 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഈ സമയത്ത് ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ KFC കഴിക്കണം, സ്റ്റുഡിയോ കയറണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പയ്യന്നൂർ എത്തുമ്പോഴത്തേക്ക് ഒരു 7 മണിയൊക്കെ ആകും. 7 മണി 7:30 ആവും എന്ന് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോഴേ ഇറങ്ങുന്നത് കേട്ടോ. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റുഡിയോയിലും കാര്യങ്ങളെല്ലാം കയറി കഴിയുമ്പോഴത്തേക്ക് സമയം പോല. അപ്പോൾ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ചായ കുടിക്കണം, തൊണ്ടവേദന എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് ബർഗേഴ്സ് പറഞ്ഞൊരു കടയിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ സൈഡിൽ നിർത്തിയപ്പോഴത്തേക്ക് ഭയങ്കര മഴ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യന്നൂരെത്തി. അങ്ങനെ സ്റ്റുഡിയോയുടെ അടുത്ത് അവിടെ പാർക്ക് ചെയ്യാൻ ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. അവിടെ നിറച്ച് വണ്ടികൾ, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റുഡിയോൻ്റെ അടുത്തെത്തി. അപ്പോൾ ആ സ്റ്റുഡിയോ കയറിയിട്ട് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ അമ്മയ്ക്ക് പിന്നെ ഫേസ് മാസ്കും ലിപ്സ്റ്റിക്കും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ തന്നെ ഞാൻ ഒരു ടോപ്പ് കണ്ടെത്തി, പിങ്ക് കളറില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു കേട്ടോ. പക്ഷെ ഞാൻ സ്ലീവ്ലെസ് ഇടാത്തതുകൊണ്ട് അമ്മ എനിക്ക് വാങ്ങിച്ചു തരില്ല. അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷൻ എത്തി. അപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ നല്ലൊരു രസമാണ് അല്ലേ. അത് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അമ്മ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് വാങ്ങിയത്. അല്ലെങ്കിൽ എപ്പോഴും അമ്മ സ്റ്റിക്കായിട്ടുള്ളതാണ് വാങ്ങാറുള്ളത്. ഈ പ്രാവശ്യം അമ്മ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ലിപ്സ്റ്റിക്കും ഷീറ്റ് മാസ്കൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ടോപ്പ് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഒരു ക്രോപ്പ് ടോപ്പും കൂടി വാങ്ങിച്ച് ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ വിശക്കാൻ വേണ്ടി തുടങ്ങി. ഞങ്ങൾ KFC കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ KFCയുടെ അടുത്തെത്തി. അപ്പോൾ KFC കഴിക്കാൻ വേണ്ടി കയറുവാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒത്തിരി ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്നാലും ഞങ്ങൾ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് തീരുമാനിച്ചു ഒരു ബക്കറ്റ് ചിക്കൻ മതി എന്ന് വിചാരിച്ചു. പിന്നെ ബക്കറ്റ് ചിക്കൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ബർഗർ വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു ബർഗർ ആഡ് ചെയ്തു. അപ്പോൾ ബക്കറ്റ് ചിക്കനും പിന്നെ ഒരു ബർഗറും മാത്രമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്നത് ബക്കറ്റ് ആണ് ഓർഡർ ചെയ്തത്, പക്ഷെ ഒരു പാക്കറ്റ് പോലത്തെയാണ് കിട്ടിയത്. അതിനകത്ത് അത്യാവശ്യം നമുക്ക് കഴിക്കാൻ വേണ്ടി നല്ലോണം പീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഓർഡർ ചെയ്തു. ഇങ്ങനെ കണ്ടിന്യൂ ഒക്കെ കൊടുത്തതിന് ശേഷം അമ്മയുടെ പിന്നൊക്കെ അടിച്ച് സെറ്റൊക്കെ ആക്കി നമ്മുടെ നമ്പറൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് നമ്മുടെ നമ്പർ വിളിച്ചതേ ഞാൻ പോയി സെറ്റാക്കി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ആ പാക്കറ്റിലുണ്ടായിരുന്നത് ഇപ്പുറത്തെ വലിയ തുറന്നിട്ടുള്ള പാക്കറ്റിൽ KFCയും അപ്പുറത്തേൽ ബർഗറും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വെജിറ്റബിൾ ബർഗറാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. KFC ഇല്ലതുകൊണ്ട് വെജിറ്റബിൾ ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഡാഡിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഡാഡിയുടെ ട്രെയിൻ വരാറായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ഡാഡിനെ കൂട്ടി ഡാഡിൻ്റെ അടുത്ത് ചെന്നപ്പോഴേ എനിക്ക് സൂട്ട്കേസ് കിട്ടി. പിന്നെ അത് പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ.